ഹായ് കൂട്ടുകാരെ, മണ്ടക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ കൊടമഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ കൊടമഹോത്സവം നടക്കുന്നത്. ഉത്സവ സമയത്തോ അല്ലാതെയോ ക്ഷേത്ര പരിസരത്ത് മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്ത് കഴിക്കുന്നതിനൊന്നും ഒരു വിലക്കുകളും ഇവിടെ ഇല്ല എന്നതാണ് ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പൊങ്കാലയിട്ട് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇതുപോലെ ധാരാളം പ്രത്യേകതകളാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. അപ്പോൾ നമുക്കിത് നേരെ വീഡിയോയിലേക്ക് പോകാം. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് കടലിലേക്ക് വേണം പോകാൻ. കടലിൽ പോയി കാല് വെച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ആദ്യം കടലിലേക്ക് പോകാം. കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിന് വളരെ അടുത്താണ് ഈ പ്രശസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുളച്ചലിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. നാഗർകോവിൽ കുളച്ചൽ സംസ്ഥാന പാതയിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. ഇവിടെ നിന്നും കന്യാകുമാരിയിലേക്ക് 34 കിലോമീറ്ററും തിരുവനന്തപുരത്തേക്ക് 62 കിലോമീറ്ററും വിഴിഞ്ഞത്തേക്ക് 50 കിലോമീറ്ററുമാണ് ദൂരം. മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് കൂടുതലും എത്തിച്ചേരുന്നത് മലയാളികളാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്നും മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് KSRTC സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. മണ്ടക്കാട് ക്ഷേത്രത്തിൽ വരുന്ന ഈ കടലിൽ നിന്ന് ഇവിടെ നിന്നും കാല് നനച്ചിട്ടാണ് ക്ഷേത്ര ദർശനത്തിനായി പോകുന്നത്. കടലിപ്പോൾ കൂടുതൽ അപകടകരമായതുകൊണ്ട് തന്നെ ഇവിടെ കയർ തിരിച്ചിട്ടുണ്ട്. ഈ കയർ തൊട്ടിപ്പുറത്ത് വരെ നമുക്ക് പോകാൻ അനുവാദമുള്ളൂ. ഈ കടൽ തീരത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെയായി നമുക്കൊരു പള്ളി കാണാൻ കഴിയും. ആ പള്ളിയുടെ മുകളിൽ ഒരു യേശുവിന്റെ പ്രതിമയും ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലുള്ള കാഴ്ചകൾ മറ്റു ക്ഷേത്ര പരിസരത്ത് കാണാൻ കഴിയുമോ? സാധാരണയായി മറ്റുള്ള ക്ഷേത്രങ്ങളിൽ മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്യാനോ അത് കഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാനോ പാടില്ലെന്ന് പറയും. പക്ഷേ ഈ ക്ഷേത്രത്തിൽ നേരെ തിരിച്ചാണ്. ഇവിടെ നമുക്ക് ക്ഷേത്ര പരിസരത്ത് മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്യുന്നതിനോ കഴിക്കുന്നതിനോ ഒരു വിലക്കുകളുമില്ല. കൂടാതെ തന്നെ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ പാകം ചെയ്ത് ദേവിക്ക് സമർപ്പിക്കാനും ഇവിടെ കഴിയും. അങ്ങനെയുള്ള ആചാരങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ മുഴുവൻ കടകളാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും വളരെ വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ നിന്നും ഒരു പർച്ചേസ് കൂടെ ലക്ഷ്യമിട്ടിട്ടാണ് വരുന്നത്. ഞങ്ങൾക്കും അങ്ങനെ ചെറിയൊരു ലക്ഷ്യമൊക്കെയുണ്ട്. ഇത് കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ ഈ വഴിക്ക് ഇരുവശവും ധാരാളം കടകളാണുള്ളത്. സ്ത്രീകളുടെ ശബരിമല എന്നും ഈ ക്ഷേത്രത്തിന് വിളിപ്പേരുണ്ട്. പക്ഷെ നമുക്ക് സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ ആറ്റുകാൽ ക്ഷേത്രമാണ് ആദ്യം മനസ്സിലെത്തുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവിടെ എത്തിച്ചേരുന്നത് കൊണ്ടാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിപ്പേര് കിട്ടിയത്. പക്ഷെ ഈ ക്ഷേത്രത്തിന് അങ്ങനെയല്ല. ശബരിമലയിലെ പോലെ തന്നെ സ്ത്രീകൾക്ക് ഇരുമുടിക്കെട്ടുമായി പ്രവേശിക്കാൻ പറ്റിയ ക്ഷേത്രമാണ് മണ്ടക്കാട് ക്ഷേത്രം. കുരുമുളകും തേങ്ങയുമാണ് ഇരുമുടികളിൽ നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമല എന്ന വിളിപ്പേര് കിട്ടിയത്. കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ കൊടമഹോത്സവം നടക്കുന്നത്. അഥവാ അന്ന് ഏകാദശിയാണെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ചൊവ്വാഴ്ചയിലേക്ക് കൊടമഹോത്സവം മാറ്റിവെക്കും. കൊടമഹോത്സവത്തിന് 17 ദിവസം മുൻപുള്ള ഞായറാഴ്ചയാണ് ഉത്സവത്തിന് കൊടിയേറുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ് മണ്ടക്കാട് ക്ഷേത്രത്തിലുള്ളത്. അത് അവസാനിക്കുന്നതും ഒരു ചൊവ്വാഴ്ച തന്നെയായിരിക്കും. അതിനുശേഷമുള്ള അടുത്ത ചൊവ്വാഴ്ച മറുകുട എന്ന പേരിലുള്ള മറ്റൊരു ചടങ്ങും കൂടെയുണ്ട്.
ഉത്സവ സമയത്ത് 24 മണിക്കൂറും ഈ ക്ഷേത്രം നട തുറന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് വന്നാലും ഇവിടെ വന്ന് ദർശനം നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഉത്സവ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്ന് പൊങ്കാലയിട്ട് ദേവിക്ക് സമർപ്പിക്കാൻ കഴിയും. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കൂടെ കാണാം. എത്ര ഭക്തജന തിരക്കുണ്ടെങ്കിലും എല്ലാവർക്കും പൊങ്കാല ഇടാൻ വേണ്ട അത്രയധികം അടുപ്പുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ ക്ഷേത്രത്തിലെ തിരുമേനി വന്ന് നമുക്ക് പൊങ്കാല നേദിച്ചു തരികയും ചെയ്യും. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ബീനാൻറ്റിയും കൂട്ടുകാരിയും പൊങ്കാല ഇടുന്നു. അങ്ങനെ ഞങ്ങൾക്കും പ്രസാദം കിട്ടി. പ്രസാദമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കുടവ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നത്. മണ്ടക്കാട് ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് ഒരുപാട് പ്രത്യേകതകളാണുള്ളത്. ഭഗവതി കുടികൊള്ളുന്നത് ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൽപുറ്റിലാണ്. 15 അടിയോളം ഉയരമുള്ള ചിതൽപുറ്റാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഈ ചിതൽപുറ്റ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയെന്നാണ് സങ്കല്പം. ചിതൽപുറ്റിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദനത്തടി കൊണ്ടുണ്ടാക്കിയതാണ്. ആദിപരാശക്തിയുടെ രൂപത്തിലാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ഭാവങ്ങളൊക്കെ ഭഗവതിക്ക് കൽപ്പിച്ചു വരുന്നെങ്കിലും കാളി എന്ന ഭാവം തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ആൾരൂപം ദേവിക്ക് സമർപ്പിക്കുന്നതാണ്. ഇവിടെ നമുക്ക് മനുഷ്യ ശരീരത്തിലെ ഭാഗങ്ങളൊക്കെ തടിയിൽ തീർത്തതും വെള്ളിയിൽ തീർത്തതും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഏത് ശരീരഭാഗത്തിലാണോ വേദനയുള്ളത് ആ ശരീരഭാഗത്തിൻ്റെ രൂപം വാങ്ങി ദേവിക്ക് സമർപ്പിച്ചാൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ വേദനയെല്ലാം മാറിത്തീരുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് തൊട്ടിൽ സമർപ്പണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഇവിടെ വന്ന് തൊട്ടിൽ വാങ്ങി ഈ ആൽമരച്ചോട്ടിൽ കെട്ടി ദേവിയെ സമർപ്പിച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ദമ്പതികളാണ് ഇവിടെ വന്ന് ഈ ഒരു നേർച്ച സമർപ്പിക്കുന്നത്.